കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖപത്രമായ വീക്ഷണം. കോഴിക്കോട് DCC ഉദ്ഘാടനത്തിൽ നടന്നത് നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തിയാണ്. ഇടിച്ചു കയറിയും പിടിച്ചു തള്ളിയും പ്രസ്ഥാനത്തിന്റെ വില കളയരുതെന്നാണ് വിമർശനം വന്നിരിക്കുന്നത്. ഇടിച്ചു കയറിയല്ല മുഖം കാണിക്കേണ്ടത്. തലക്കെട്ടിലാണ് മുഖപ്രസംഗവും വിമർശനങ്ങളും. കഴിഞ്ഞ ദിവസം കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വളരെയധികം സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചാരണം ഉണ്ടായ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ മുഖപത്രമായ വീക്ഷണം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആഞ്ഞ് അടിച്ചിരിക്കുന്നത്. KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കം അവിടെ ഉണ്ടായിരുന്നു. അവർ പലരും മുൻപോട്ട് വരാനായി ഉന്തും തള്ളും ഉണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും പിടിച്ചു തള്ളുകയും അല്ലെങ്കിൽ മുൻപോട്ട് വരാനുള്ള വ്യഗ്രത കാണിക്കുകയും ചെയ്ത ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കോൺഗ്രസ് മുഖപത്രം തന്നെയായ വീക്ഷണത്തിൽ ലേഖനം വന്നിരിക്കുന്നത്. പ്രജിത്ത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പാർട്ടിയുടെ തന്നെ മുഖപത്രത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം വന്നിരിക്കുകയാണ്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, കാലങ്ങളായി തുടരുന്നൊരു ഏർപ്പാടാണ് കോൺഗ്രസിൽ ഇത്തരത്തിൽ പരിപാടികൾക്ക്, ആളുകൂടുന്ന പരിപാടികൾക്കെല്ലാം ഇത്തരത്തിൽ ഇടിയും ബഹളവും ഒക്കെ ഉണ്ടാകുന്നത്. അതായത് എല്ലാവർക്കും സ്റ്റേജിൽ കയറണം, എല്ലാവർക്കും ക്യാമറയുടെ മുന്നിൽ മുഖം വരണം. അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും അവസാനം അതിൻ്റെ ഒരു സർവ്വ നിയന്ത്രണങ്ങളും വിട്ടൊരു സാഹചര്യം ഉണ്ടായത് കോഴിക്കോട് DCC ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിനായിരുന്നു. അന്ന് ആ ഉദ്ഘാടനത്തിൻ്റെ മുൻനിരയിലേക്ക് വരാൻ നേതാക്കൾ തമ്മിലുണ്ടായ പിടിയും വലിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളുന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നത് അത് നവമാധ്യമങ്ങളിൽ വലിയ വിമർശനത്തിന് പരിഹാസത്തിനുമൊക്കെ വഴിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് മുഖപത്രത്തിലും രൂക്ഷമായ ഭാഷയിൽ തന്നെ ഈ കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തികൾക്കെതിരെ വിമർശനം വന്നിരിക്കുന്നത്. വീക്ഷണത്തിന്റെ മുഖപത്രത്തിൽ കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിലെ മുഖപ്രസംഗത്തിൽ കൃത്യമായി പറയുന്നത് ഈ ഇടിച്ചു കയറി കോൺഗ്രസിനെ പരിഹാസ്യമാക്കരുത് എന്ന നിലയിലാണ്. ഏത് മഹത്തായ പരിപാടിയും ഇത്തരക്കാർ പരിഹാസ്യരാക്കുന്നു. ഇടിച്ചു കയറിയും പിടിച്ചു തള്ളിയും കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തരുത് തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വാർത്തകളിൽ പേരും പടവും എങ്ങനെയും വരുത്തുന്ന നിർബന്ധ ബുദ്ധി വേണ്ട എന്ന രീതിയിലുള്ള വിമർശനവും ഇപ്പോൾ ഈ മുഖപ്രസംഗത്തിൽ ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കോൺഗ്രസിൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവർത്തികളാണ് പല നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും മുഖഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യമാകുന്ന തരത്തിലേക്ക് ഇടിച്ചു കയറാൻ മത്സരിക്കുന്നവർ സ്വന്തം നിലം മറന്ന് പെരുമാറുന്നു. സമൂഹ മധ്യത്തിൽ പ്രസ്ഥാനത്തെ പരിഹാസമാക്കുന്ന ഇത്തരം ഏർപ്പാടുകൾ അവസാനിപ്പിക്കണം. കോൺഗ്രസ് പാർട്ടിയിൽ ഈ പറയുന്ന വൻ ജനബാഹുല്യമുള്ള പല പരിപാടികളും നേരത്തെ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അടുത്ത കാലത്തായി നേതാക്കൾ ഈ രീതിയിലുള്ള പെരുമാറ്റം അത് കൂടുതലായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ അച്ചടക്കവും സ്വയം നിയന്ത്രണവും കാണിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തണം. അതോടൊപ്പം തന്നെ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് മാതൃകയാകണം. ഉദ്ഘാടനം അധ്യക്ഷകനും ഒക്കെ അവർക്ക് ഉള്ള സ്ഥലങ്ങളിൽ ഇരിക്കാനുള്ള സാഹചര്യം പരിപാടികൾ ഒരുക്കണം. അങ്ങനെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ആളുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്നുള്ള തരത്തിലുള്ള ഭാഷയിൽ രൂക്ഷമായ വിമർശനം തന്നെയാണ് മുഖപ്രസംഗത്തിലൂടെ പാർട്ടി പത്രം തന്നെ നടത്തുന്നത് എന്നുള്ളതാണ്. ഈ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുള്ള ഇത്തരം പെരുമാറ്റങ്ങൾ കോൺഗ്രസിനെ തുടർച്ചയായി അപഹാസ്യരാക്കുന്നു എന്ന രീതിയിലും ഈ വിമർശനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേവിക.